കേരളത്തിലെ 645 കിലോമീറ്റർ ദേശീയപാത 66 രാത്രിയെ പകലാക്കാൻ 64,500 LED വിളക്കുകൾ പ്രകാശം ചൊരിയും. 40 ലക്സ് പ്രകാശ തീവ്രതയുള്ള ബൾബുകളാണ് വെളിച്ചം നൽകുക. ഓരോ 38-42 മീറ്റർ ഇടവിട്ട് തൂണുകളുണ്ടാകും. ഇതിൽ 180-250 വാട്ട്സ് ബൾബുകളാണ് ഉപയോഗിക്കുക. ഒരു തൂണിൽ 2 ബൾബുകൾ പ്രകാശിക്കും. മുകളിലുള്ളത് 6 വരി പാതയിലേക്കും അടിയിലേത് സർവീസ് റോഡിലേക്കും. ഉദ്ഘാടനത്തിന് തയ്യാറായ തലപ്പാടി ചങ്ങള 39 കിലോമീറ്റർ റീച്ചിൽ നിലവിൽ 3200 ബൾബുകൾ പ്രകാശിച്ചു തുടങ്ങി. 38-42 മീറ്ററിൽ ഇരുഭാഗത്തുമായി 2 പോസ്റ്റിൽ 4 ബൾബുകൾ തെളിയും. 1 കിലോമീറ്ററിൽ ചുരുങ്ങിയത് 100 വിളക്കുകൾ ഇങ്ങനെ വരും. അടിപ്പാതകളിലെ പ്രകാശം കൂടാതെയാണ് ഇത്. ഒരു തൂണിൻ്റെ ഉയരം റോഡിൽ നിന്ന് 10 മീറ്ററാണ്. 1 കിലോമീറ്ററിലെ വൈദ്യുത ബൾബുകൾ പ്രകാശിക്കാൻ ശരാശരി 30 കിലോവാട്ട് വരെ എടുക്കും. കേരളം മുഴുവൻ ഒന്നിച്ച് പ്രകാശിക്കാൻ 16,700 കിലോവാട്ട് അഥവാ 16.70 മെഗാവാട്ട് വേണം. ഓരോ റീച്ചിലും വിളക്കുകൾക്ക് വൈദ്യുതി നൽകുന്നത് KCB ആണ്. ദേശീയപാത അതോറിറ്റിയുടെ പേരിലാണ് കണക്ഷൻ. 15 വർഷത്തേക്ക് നിർമ്മാണ ഏജൻസി തുകയടക്കും. തെരുവ് വിളക്കിൻ്റെ താരിഫ് ഏകദേശം 1 യൂണിറ്റിന് 5 രൂപ പ്രകാരമാണ് നിരക്ക് ഈടാക്കുക. 1 കിലോമീറ്ററിൽ 12 മുതൽ 15 കിലോവാട്ട് വരെയാണ് വൈദ്യുതി ഉപഭോഗം. 70 ഫീഡർ പില്ലറുകൾ, നിയന്ത്രണ ബോക്സുകളുണ്ട്. 3 ഫേസ് എനർജി മീറ്റർ ഉൾപ്പെടെ ഇതിലുണ്ടാകും. വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ പ്രകാശിക്കാൻ ടൈമർ സംവിധാനവും ഉണ്ട്.